നമസ്കാരം. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്റർ 3 പഠിച്ച മെട്രിസസ് എന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഈ ഡിറ്റർമിനൻസ്. അപ്പോൾ അതിലാദ്യം ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രിക്സുകൾ പഠിച്ചപ്പോൾ സ്ക്വയർ മെട്രിക്സുകളെ കുറിച്ച് പഠിച്ചു. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ക്വയർ മെട്രിക്സുകൾക്കാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമാണ് ഡിറ്റർമിനൻസ് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഡിറ്റർമിനൻസ് എന്നതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. അതായത് ഓർഡർ 2 മീൻസ് 2 റോസും 2 കോളവുമുള്ള ഒരു മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനൻ്റാണ് ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ഈക്വൽ ടു ഒരു മെട്രിക്സ് എഴുതിയാണ് A1 B1 A2 B2, 2 റോ ഉണ്ട്, 2 കോളംസുമുണ്ട്. ഈ എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്, അതിൻ്റെ സിമ്പിൾ ഇതാണ്. ഒരു നമ്മൾ മോഡുലസ് ഒക്കെ എഴുതുന്നില്ലേ, അതേപോലെ ഒരു വരയിട്ടിട്ട് എ എന്ന് എഴുതും. വായിക്കേണ്ടത് ഡിറ്റർമിനൻറ്റ് എ എന്നാണ്. അത് എഴുതുമ്പോൾ ഡിറ്റർമിനൻറ്റ് A1 B1 A2 B2 ആ സിമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മളൊരു മെട്രിക്സ് എഴുതുകയാണെങ്കിൽ അതിന് സ്ക്വയർ ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഡിറ്റർമിനൻറ്റ് എഴുതുമ്പോൾ ഒരു 2 ലൈനാണ്, മോഡുലസ് എഴുതുന്നതുപോലെ 2 ലൈൻസ്, അതിനകത്താണ് ഇത് എലമെൻറ്റ്സ് എഴുതുക. A1 B1 A2, ഡിറ്റർമിനൻറ്റ് A1 B1 A2 B2. അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ A1 B2 ഇതിനെയാണ് നമ്മൾ മെയിൻ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. A1 B2, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളോ എലമെൻറ്റും സെക്കൻഡ് റോ സെക്കൻഡ് കോളോ എലമെൻറ്റ്, ഇതിനെയാണ് മെയിൻ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. ഈ A2 B1 ഇതിനെ നമ്മൾ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നു, A1 ഇൻറ്റു B2, A1ഉം B2മായി മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് A2 ഇൻറ്റു B1, A1 ഇൻറ്റു B2 മൈനസ് A2 ഇൻറ്റു B1. ഇതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് A എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ A is equal to matrix 2 5 3 minus 4. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് 2 ഇൻറ്റു മൈനസ് 4 മൈനസ് 3 ഇൻറ്റു 5. ഡയഗണൽസ് ആണ് മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റ്. 2 ഇൻറ്റു മൈനസ് 4 മൈനസ് ഓഫ് ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് 3 ഇൻറ്റു 5. 2 ഇൻറ്റു മൈനസ് 4 is മൈനസ് 8, മൈനസ് 3 ഇൻറ്റു 5 is 15, മൈനസ് 8 മൈനസ് 15 it is മൈനസ് 23. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ കണ്ടു. നമുക്കൊരു ഡിറ്റർമിനൻറ്റ് എക്ക് കിട്ടിയത് ഒരു റിയൽ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ എന്താണ് മെട്രിക്സും ഡിറ്റർമിനൻറ്റുമായിട്ടുള്ള വ്യത്യാസം? മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ്. അതിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആകുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സുകൾക്കാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനൻ്റ് ഉള്ളൂ. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വിൽ ബി എ റിയൽ നമ്പർ. അപ്പോൾ സിമ്പിളിലുള്ള വ്യത്യാസം, മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അതിനകത്ത് ആ അറേഞ്ച്മെൻറ്റ് എഴുതും. ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഇടില്ല, 2 ലൈനിനകത്ത് മോഡുലസ് ഉപയോഗിക്കുന്നത് പോലെയുള്ള സിമ്പിളാണ്. 2 ലൈൻ ഇട്ട് അതിനകത്താണ് ആ എലമെൻറ്റുകൾ എഴുതുന്നത്. അപ്പോൾ മെട്രിക്സും ഡിറ്റർമിനൻ്റ് വ്യത്യാസം ചോദിച്ചാൽ ഈ സിമ്പിളിൻ്റെ വ്യത്യാസം അല്ല പറയേണ്ടത്. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമാണ് ഡിറ്റർമിനൻ്റ് ഉള്ളതെന്നും അത് റിയൽ നമ്പർ ആണെന്നും. ഇവിടെ നമ്മൾ ഓർഡർ 2 ഉള്ള മെട്രിക്സിനാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തത്. ഓർഡർ 1 ഉള്ള മെട്രിക്സിനും ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്യാം. ഓർഡർ 1 എന്ന് പറയുമ്പോൾ ഒരു എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 മാത്രമേ ഉള്ളതായിരിക്കാം, അതൊരു മെട്രിക്സായി കണക്കാക്കാം. ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്, സെയിം നമ്പർ തന്നെയാണ്. മെട്രിക്സ് 5 എന്ന് എഴുതിയാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 5 ആണ്. പക്ഷേ ആ ഓർഡർ 1 ഉള്ള മെട്രിക്സിൻ്റെ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിന് വലിയ പ്രാധാന്യമില്ല. കാരണം അത് വലിയ ആപ്ലിക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പല പുസ്തകങ്ങളിലും അങ്ങനെ അത് ഡിഫൈൻ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ ഓർഡർ 2 ഉള്ള മെട്രിക്സിൻ്റെ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റാണ് ഡിഫൈൻ ചെയ്തത്. നമ്മൾ ഇതിൽ നിന്ന് ഒരു ഓർഡർ 3 ഉള്ളൊരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക. ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. A is equal to matrix A1 B1 C1 A2 B2 C2 A3 B3 C3. Then determinant A. It is determinant. സിമ്പിളുള്ള വ്യത്യാസം ശ്രദ്ധിച്ചല്ലോ, ബ്രാക്കറ്റ് മാറ്റി ഒരു ലൈനാക്കി.
ഡിറ്റർമിനൻറ്റ് A1 B1 C1 A2 B2 C2 A3 B3 C3. നോക്കുക 3 റോ ഉണ്ട് അല്ലേ. ഫസ്റ്റ് റോ A1 B1 C1, സെക്കൻഡ് റോ A2 B2 C2, തേർഡ് റോ A3 B3 C3. 3 കോളം ഉണ്ട്. ഫസ്റ്റ് കോളം A1 A2 A3, സെക്കൻഡ് കോളം B1 B2 B3, തേർഡ് കോളം C1 C2 C3. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് റോ എടുക്കുക A1 B1 C1. ഇതാണ് ഫസ്റ്റ് റോ. നമ്മൾ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റോ നോക്കുക A1 B1 C1. ഇപ്പം ഇത് തുടങ്ങേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു എന്ന് എഴുതി കണ്ട A1 ഇൻറ്റു. ഇനി ചെയ്യേണ്ടത് A1 ഉൾപ്പെടുന്ന റോ എങ്ങ് ഡിലീറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. റോ മീൻസ് A1 B1 C1 ഈ റോ എങ്ങ് കളഞ്ഞു. ആ A1 ഉൾപ്പെടുന്ന കോളം, ദാറ്റ് മീൻസ് A1 A2 A3 രണ്ടും കളഞ്ഞു. അപ്പോൾ A1 ഉൾപ്പെടുന്ന റോയും കളയുക, A1 ഉൾപ്പെടുന്ന കോളവും കളയുക. ഇപ്പോൾ ഈ റോ ഫസ്റ്റ് റോയും പോവും, ഫസ്റ്റ് കോളവും പോവും. പിന്നെ അവശേഷിക്കുന്ന B2 C2 B3 C3 ആണ്. അതിനൊരു ഡിറ്റർമിനൻറ്റ് ഫോമിൽ എഴുതുന്നു. A1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് B2 C2 B3 C3. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് 2 റോസും 2 കോളവും ഉള്ള ഡിറ്റർമിനൻ്റ് ആണ്. അത് നമ്മൾ പഠിച്ചതാണ് B2 ഇൻറ്റു C3 മൈനസ് B3 ഇൻറ്റു C2. അപ്പോൾ A1 റോയും കോളവും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് B2 C2 B3 C3. അടുത്ത ആ ഫസ്റ്റ് റോയിൽ അടുത്ത എലമെൻറ്റ് B1 ആണ്. പക്ഷേ എഴുതുന്നതിന് മുമ്പ് മൈനസ് B1 ഇൻറ്റു. അതായത് ഈ എക്സ്പാൻഷനിലൊരു പ്രത്യേകതയുണ്ട്. ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ഫസ്റ്റ് എലമെൻറ്റ് എഴുതിയപ്പോൾ A1 പോസിറ്റീവ് സൈനാണ് അത് കൊടുത്തത്. ദെൻ അടുത്ത എലമെൻറ്റ് എഴുതുമ്പോൾ മൈനസ് B1 ഇൻറ്റു ഉണ്ടോ, മൈനസ് B1 ഇൻറ്റു. ഇനി ചെയ്യേണ്ടത് B1 റോ എങ്ങ് ക്യാൻസൽ ചെയ്യുക. ഈ ഫസ്റ്റ് റോ B1 ഉൾപ്പെടുന്ന റോ ഫസ്റ്റ് റോ കളയുക. B1 ഉൾപ്പെടുന്ന കോളം, ദാറ്റ് മീൻസ് സെക്കൻഡ് കോളവും കളയുക. അപ്പോൾ ഈ റോയും പോവും, ഈ കോളവും പോവും. പിന്നെ വരുന്നത് A2 C2 A3 C3 ആണ്. അതാണ് എഴുതേണ്ടത്. B1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് മൈനസ് B1 ഇൻറ്റു ആണ്, മൈനസ് B1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A2 C2 A3 C3. ദെൻ വീണ്ടും പ്ലസ് C1 ഇൻറ്റു നേരത്തെ ചെയ്തപോലെ തന്നെ C1 റോ കളയുന്നു, C1 കോളവും കളയുന്നു. അപ്പോൾ C1 റോ ഈ റോ പോയി, C1 ഈ കോളവും പോയി. ദെൻ ഡിറ്റർമിനൻറ്റ് A2 B2 A3 B3 ഡിറ്റർമിനൻറ്റ് A2 B2 A3 B3. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഫസ്റ്റ് റോ എലമെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്തത്. A1 B1 C1 ആണ് ഫസ്റ്റ് റോയിൽ എലമെൻറ്റ്. അപ്പോൾ ആദ്യം A1 ഇൻറ്റു A1 റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് മൈനസ് B1 ഇൻറ്റു B1 റോയും കോളം ഒഴിവാക്കിയിട്ട്, റോ ഒഴിവാക്കണം കോളം ഒഴിവാക്കണം, ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് പ്ലസ് C1 ഇൻറ്റു C1 റോയും കളയണം കോളവും കളയണം, ബാക്കി അവശേഷിക്കുന്ന ഡിറ്റർമിനൻറ്റ്. ഇനി നമുക്കറിയാം ഈ കാണുന്ന ഡിറ്റർമിനൻറ്റുകളൊക്കെ ഓർഡർ 2 ഉള്ള ഡിറ്റർമിനൻറ്റുകളാണ്. അത് നമുക്കറിയാം. A1 ഇൻറ്റു ഇതെങ്ങനെ എടുക്കുക, B2 ഇൻറ്റു C3 മൈനസ് B3 ഇൻറ്റു C2 മൈനസ് B1 ഇൻറ്റു ഇതോ A2 ഇൻറ്റു C3 മൈനസ് A3 ഇൻറ്റു C2 ഉണ്ട്. A2 C3 മൈനസ് A3 C2 പ്ലസ് C1 ഇൻറ്റു ഇങ്ങനെ A2 B3 മൈനസ് A3 B2. ഇതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ആയി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഈ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ഇത് ഫസ്റ്റ് റോ ഉപയോഗിച്ചല്ലേ പറഞ്ഞത്, ഇങ്ങനെ തന്നെ വേണമോ, ഫസ്റ്റ് റോ തന്നെ വേണമോ, ഇതിന് ഇനി റോസൊക്കെ ഇല്ലേ, ഇപ്പോൾ സെക്കൻഡ് റോ ഉണ്ട്, തേർഡ് റോ ഉണ്ട്, കോളമുണ്ട്, ഫസ്റ്റ് കോളമുണ്ട്, സെക്കൻഡ് കോളമുണ്ട്, തേർഡ് കോളമുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവണം. മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകതയാണ്, നമുക്ക് സംശയങ്ങൾ ചോദിക്കണം, സംശയങ്ങൾ ഉണ്ടാവണം. സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ ഇങ്ങനെ ഫസ്റ്റ് റോ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ എഴുതിയത് ദിസ് ഈസ് എക്സ്പാൻഷൻ അലോങ് ദ ഫസ്റ്റ് റോ. പക്ഷേ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഏത് റോ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് A1 ആദ്യത്തെ എലമെൻറ്റ് എടുക്കുമ്പോൾ A1 ഇൻറ്റു അതിൻ്റെ റോയും കോളവും കഴിഞ്ഞ് ബാക്കി. അടുത്ത മൈനസാണ് പറഞ്ഞത്, മൈനസ് B1 ഇൻറ്റു അതിൻ്റെ റോയും കോളവും ഒഴിച്ചിട്ട് ബാക്കി, പ്ലസ് C1 ഇൻറ്റു അതിൻ്റെ റോയും കോളം ഒഴിച്ചിട്ട് ബാക്കി. അതായത് പ്ലസ് മൈനസ് പ്ലസ് എന്ന ഓർഡറിലാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുക സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ എങ്ങനെ. അപ്പോൾ അതറിയാനായിട്ട് ഈ ഒരു ക്രമം പഠിച്ചു വെച്ചാൽ മതി. കണ്ടോ, പ്ലസ് മൈനസ് പ്ലസ്, ദെൻ പ്ലസ് കഴിഞ്ഞാൽ ഈ റോ വൈസ് അടുത്ത മൈനസ് പ്ലസ്. അപ്പോൾ ഇവിടെ മൈനസ് ആകുമ്പോൾ അടുത്ത പ്ലസ് മൈനസ് പ്ലസ്. ഉണ്ടാ ഒന്നിടവിട്ട് പ്ലസ് മൈനസ് കൊടുത്ത് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് റോ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് റോയിൽ മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ A2 മൈനസ് തുടങ്ങണം, പ്ലസ് B2 ദെൻ മൈനസ് C2. ആ ഓർഡറിൽ വേണം എടുക്കേണ്ടത്. അതൊന്നുകൂടി പറഞ്ഞാൽ, ഇപ്പോൾ
ഈ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ്. റോ നമ്പർ 1 കോളം നമ്പർ 1 റോ നമ്പറും കോളം നമ്പറും ആഡ് ചെയ്യുമ്പോൾ 2 വരും. അത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ വരുന്നിടത്ത് പ്ലസ് കൊടുക്കും. ഇത് ഫസ്റ്റ് റോ ആണ്, സെക്കൻഡ് കോളമാണ്. റോ നമ്പറും കോളം നമ്പറും ആഡ് ചെയ്യുമ്പോൾ 1 + 2 3 എന്ന് കിട്ടും. ഓഡ് നമ്പറാണ്, അവിടെ മൈനസ് കൊടുക്കും. ആ രീതിയിൽ നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ ഒന്നിടവിട്ട് ഈ പ്ലസ് മൈനസ് വെച്ച് ഓർക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോളം വെച്ച് തുടങ്ങാം. സെക്കൻഡ് കോളം വെച്ച് തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ തുടങ്ങണം? ആദ്യം മൈനസ് ആയിരിക്കണം, ദെൻ പ്ലസ് ആയിരിക്കണം, ദെൻ മൈനസ് ആയിരിക്കണം. ഇതാണ് ഓർഡർ. ഈ ക്രമത്തിൽ ഓർത്താൽ മതി. പ്ലസ് മൈനസ് പ്ലസ്. ഫസ്റ്റ് കോളത്തിൽ വരുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ഇവിടെ മൈനസ് വന്നുകൊണ്ട് അടുത്ത പ്ലസ്, അടുത്ത മൈനസ്. ഇവിടെ പ്ലസ് വന്നുകൊണ്ട് അടുത്ത മൈനസ് പ്ലസ്. ഈ രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ സെക്കൻഡ് കോൾ റോ ആണെങ്കിൽ മൈനസ് പ്ലസ് മൈനസ് ആണ്. അപ്പോൾ എങ്ങനെ തുടങ്ങണം? സെക്കൻഡ് റോയിലൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ മൈനസ് പ്ലസ് മൈനസ് തുടങ്ങണമെന്ന്. അപ്പോൾ -A2 ഇൻറ്റു -A2 ആകുമ്പോൾ -A2 എന്നാണ് തുടങ്ങേണ്ടത്. ഇൻറ്റു ആ A2ൻ്റെ റോവും കട്ട് ചെയ്തു, A2ൻ്റെ കോളവും കട്ട് ചെയ്തു. B1 C1 B3 C3 കണ്ട ഡിറ്റർമിനന്റ് B1 C1 B3 C3. -A2 ആണ്. അപ്പോൾ അടുത്ത +B2 ഇൻറ്റു B2ൻ്റെ റോ കളയുന്നു, കോളം കളയുന്നു. എന്ത് വരുന്നു? B2ൻ്റെ റോയും കോളവും കളഞ്ഞാൽ A1 C1 A3 C3 കണ്ടോ ഡിറ്റർമിനന്റ് A1 C1 A3 C3. അടുത്ത -A2 ആയിരുന്നു, +B2, അടുത്ത -C2 ഇൻറ്റു -C2 ഇൻറ്റു ആകുമ്പോൾ C2ൻ്റെ റോവും കളയുന്നു, C2ൻ്റെ കോളവും കളയുന്നു. C2ൻ്റെ റോ ഈ റോ പോയി, C2ൻ്റെ കോളവും പോയി. പിന്നെ വരുന്ന A1 B1 A3 B3 ആണ് ഡിറ്റർമിനന്റ് A1 B1 A3 B3. അപ്പോൾ ചെയ്ത രീതി കണ്ടല്ലോ. -A2 ഇൻറ്റു A2ൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ് പ്ലസ് B2 ഇൻറ്റു B2ൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ്. അടുത്ത് -C2 ഇൻറ്റു C2ൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ്. ഇതൊന്ന് ക്രോസ് ചെയ്ത് ഈ ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെ എടുക്കാം? -A2 ഇൻറ്റു ഇങ്ങനെ എടുക്കാം. B1 C3 B3 C1 പ്ലസ് B2 ഇൻറ്റു A1 C3 A3 C1 -C2 ഇൻറ്റു A1 B3 A3 B1. ഇതാണ്. ഇങ്ങനെ സെക്കൻഡ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു സംശയം, ഇങ്ങനെ ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്തു, ഇനി സെക്കൻഡ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വ്യത്യസ്ത ആൻസർ കിട്ടില്ലേ? ഡിഫറെൻ്റ് ആൻസർ അല്ലേ കിട്ടാൻ സാധ്യത? അപ്പോൾ പിന്നെ ഡിറ്റർമിനന്റിന് പല വാല്യൂ ആവൂല്ലേ? നിങ്ങൾക്കൊരു സ്വയം ചെയ്തു നോക്കാനായിട്ടൊരു വർക്കായിട്ട് തരികയാണ്. നമ്മൾ ഫസ്റ്റ് റോയിലൂടെ നമ്മൾ ഡിറ്റർമിനന്റിനെ എക്സ്പാൻഡ് ചെയ്തായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് റോയിലൂടെയുള്ള എക്സ്പാൻഷൻ. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. A1 B2 C3 A1 B3 C2 B1 A2 C3 B1 A3 C2. ഇവിടെ C1 A2 B3 C1 A3 B2. അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ഈ സെക്കൻഡ് റോയിലൂടെ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ എഴുതിയല്ലോ, അതും ഒന്ന് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ രണ്ട് എക്സ്പാൻഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്ത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയാൽ മതി, ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ സ്വയം ചെയ്യാവുന്നേ ഉള്ളൂ. നോക്കിയാൽ രണ്ടും ഈക്വലാണ് എന്ന് കാണാം, സെയിം ആണ്. ടേംസ് അപ്പുറത്തോട്ടൊക്കെ മാറി കിടക്കുന്നുള്ളൂ. അതാവാമല്ലോ. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വരുമ്പോൾ നമുക്ക് A + B എന്ന് എഴുതുന്നവരെ തിരിച്ച് B + A എന്ന് എഴുതാം. അതിനൊന്നും പ്രശ്നമില്ല. -A + B B - A എന്ന് എഴുതും. ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് കുഴപ്പമില്ല. ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സെയിം വാല്യൂ ആയിരിക്കും സെക്കൻഡ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് തേർഡ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യാം. തേർഡ് റോ ആകുമ്പോൾ എങ്ങനെ തുടങ്ങണം? ഞാൻ പറഞ്ഞ ആലോചിച്ച് നോക്കുക. പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആവരുണ്ട്. അപ്പോൾ A3 ഇൻറ്റു A3യുടെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത്. ദെൻ -B3 ഇൻറ്റു B3യുടെ റോയും കോളവും കളഞ്ഞ് ബാക്കിയുള്ളത്. ദെൻ +C3 ഇൻറ്റു C3യുടെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത്. ഈ രീതിയിൽ നമുക്ക് തേർഡ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യാം. ഇനി അങ്ങനെ വേണമെന്നില്ല, ഫസ്റ്റ് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കോളത്തിൽ എക്സ്പാൻഷൻ ഞാൻ കാണിക്കാം. ഫസ്റ്റ് കോളം A1 A2 A3 ആണ്. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ എങ്ങനെ തുടങ്ങുന്നു? A1 ഇൻറ്റു A1ൻ്റെ റോ കളഞ്ഞു, A1ൻ്റെ കോളം കളഞ്ഞു. B2 C2 B3 C3 ആണ്. അപ്പോൾ A1 ഇൻറ്റു ഡിറ്റർമിനന്റ് B2 C2 B3 C3. ദെൻ -A2 ഇൻറ്റു A2ൻ്റെ റോയും A2ൻ്റെ കോളവും കളഞ്ഞാൽ B1 C1 B3 C3 ആണ്. -A2 ഇൻറ്റു ഡിറ്റർമിനന്റ് B1 C1 B3 C3 പ്ലസ് അടുത്തെന്താണ്? +A3 ഇൻറ്റു A3യുടെ റോ കളയുന്നു, A3യുടെ കോളം കളയുന്നു. അപ്പോൾ ഡിറ്റർമിനന്റ് B1 C1 B2 C2 കണ്ടോ. അപ്പോൾ A1 ഇൻറ്റു A1ൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് ആണ് ഇത്. ദെൻ -A2 ഇൻറ്റു A2ൻ്റെ റോയും കളയുക, കോളവും കളയുക, ബാക്കി വരുന്ന ഡിറ്റർമിനന്റ്. ദെൻ +A3 ഇൻറ്റു A3യുടെ റോ കളയുക, കോളം കളയുക, ബാക്കി വരുന്ന ഡിറ്റർമിനന്റ്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. A1 ഇൻറ്റു B2 C3 B3 C2 -A2 ഇൻറ്റു B1 C3 B3 C1 +A3 ഇൻറ്റു
B1C2 മൈനസ് B2C1. അത് ഇവിടെ എടുത്ത വഴിക്ക് വിട്ടുപോയതാണ്. അവിടെ B1C2 മൈനസ് B2C1 ഉണ്ട്. അത് ഫോട്ടോയിൽ അത് വിട്ടുപോയതാണെന്ന് ശ്രദ്ധിക്കുക. B1C2 മൈനസ് B2C1. ദിസ് ഈസ് എക്സ്പാൻഷൻ അലോങ് ദ ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം വെച്ച് ചെയ്യാം. സെക്കൻഡ് കോളം ആകുമ്പോൾ എങ്ങനെ വരും എന്ന് ആലോചിച്ച് നോക്കുക. ഇത് പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ മൈനസിലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ സെക്കൻഡ് കോളം ആയിരുന്നെങ്കിൽ എങ്ങനെ തുടങ്ങണം? മൈനസ് B1 ഇൻറ്റു ആ B1ൻ്റെ റോ കളയുക, കോളം കളയുക, ബാക്കി. ദെൻ പ്ലസ് B2 മൈനസ് ആയിട്ട് അടുത്ത പ്ലസ് വരണം. പ്ലസ് B2 ഇൻറ്റു B2ൻ്റെ റോ കളയുക, കോളം കളയുക, ബാക്കിയുള്ളത്. ദെൻ മൈനസ് B3 ഇൻറ്റു B3യുടെ റോ കളയുക, കോളം കളയുക, ബാക്കിയുള്ളത്. ഇതുപോലെ നമുക്ക് തേർഡ് കോളത്തിലൂടെയും ചെയ്യാം. അപ്പം 6 രീതിയിൽ നമുക്ക് ഈ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. 3 റോ ഉണ്ട്, 3 കോളമുണ്ട്. ഇതിലേത് ഉപയോഗിച്ച് നമുക്ക് ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് സ്വയം നോക്കാവുന്നതേ ഉള്ളൂ. ഇത് പരിശോധിച്ച് നോക്കുക. ഈ 6x രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കും. ടേംസിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും എന്നുള്ളതല്ലാതെ സെയിം ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ നമുക്ക് ഏത് റോയിലൂടെയും ഏത് കോളത്തിലൂടെയും നമുക്ക് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർക്കുക. എനി റോ ഓർ എനി കോളം വി ക്യാൻ എക്സ്പാൻഡ് ദ ഡിറ്റർമിനൻറ്റ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് 1-2 എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോകാം. ഒരു എഴുതിയിട്ടുണ്ട്. A is equal to matrix 2 minus 3 minus 4 5 1 3 minus 2 0 4. ഡിറ്റർമിനൻറ്റ് A. ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. ഫസ്റ്റ് റോ 2 മൈനസ് 3 മൈനസ് 4 ഓർക്കുക. പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ആദ്യം പ്ലസ് ആണ്. അപ്പോൾ എങ്ങനെ തുടങ്ങണം? 2 ഇൻറ്റു 2ൻ്റെ റോ അങ്ങ് കട്ട് ചെയ്തു, 2ൻ്റെ കോളവും കട്ട് ചെയ്തു. ദെൻ 1 3 0 4. കണ്ട 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 3 0 4. അപ്പോൾ പ്ലസ്സിലാണേ തുടങ്ങിയത്. അപ്പോൾ അടുത്ത മൈനസ് ആണ്. മൈനസ് 3 ഇൻറ്റു. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 2 മൈനസ് വന്നത് ഈ -3 അത് ആ എലമെൻറ്റിലുള്ള നമ്പർ, ആ നമ്പർ തന്നെയാണ് -3. ആ നമ്പറാണ്. ഈ മൈനസ് വന്നത് ഡിറ്റർമിനൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം പ്ലസ് ദെൻ മൈനസ് എന്നുള്ള ആ മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ ഇവിടെ ഈ -2 ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ തുടങ്ങിയേനെ? -2 ഇൻറ്റും തുടങ്ങണം. കാരണം ആ -2 ആ എലമെൻറ്റിലുള്ള സിമ്പൽ അല്ലേ, അത് കളയരുത്. ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലസ് ഈ എലമെൻറ്റ്, ദെൻ മൈനസ് ഈ എലമെൻറ്റ്, അടുത്ത പ്ലസ് ഈ എലമെൻറ്റ്. ഇതാണ് എൻ്റെ ഓർഡർ. അപ്പോൾ എങ്ങനെ തുടങ്ങി? 2 ഇൻറ്റു 2ൻ്റെ റോ കളഞ്ഞു, കോളം കളഞ്ഞു, 1 3 0 4. ദെൻ മൈനസ് ആ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷനിൽ വരുന്ന രണ്ടാമത്തെ ടേമിൻ്റെ മൈനസ് ആണ്. മൈനസ് ദെൻ ആ എലമെൻറ്റ് -3 ഇൻറ്റു -3യുടെ റോ കളഞ്ഞു, -3യുടെ കോളം കളഞ്ഞു. ദെൻ 5 3 -2 4. ദെൻ പ്ലസ് അല്ലേ, ആദ്യം പ്ലസ് ദെൻ മൈനസ് ദെൻ പ്ലസ് പ്ലസ് -4 ഇൻറ്റു -4ൻ്റെ റോ കളയുന്നു, -4ൻ്റെ കോളം കളയുന്നു. ദെൻ ബാക്കി വരുന്നത് 5 1 അല്ലേ, -4ൻ്റെ റോയും -4ൻ്റെ കോളവും കളഞ്ഞാൽ 5 1 -2 0. ഡിറ്റർമിനൻറ്റ് 5 1 -2 0. ദാറ്റ് ഈസ് 2 ഇൻറ്റു എങ്ങനെ എടുക്കാം? 1 ഇൻറ്റു 4 -0 ഇൻറ്റു 3. കണ്ടോ, 1 ഇൻറ്റു 4 -0 ഇൻറ്റു 3. മൈനസ് ആകുമ്പോൾ പ്ലസ് ആയി, പ്ലസ് 3 ഇൻറ്റു ഇത് 5 ഇൻറ്റു 4 -2 ഇൻറ്റു 3. 5 ഇൻറ്റു 4 മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ് -2 ഇൻറ്റു 3. പ്ലസ് മൈനസ് ആവും -4 ഇൻറ്റു ഇവിടെ 5 ഇൻറ്റു 0 -2 ഇൻറ്റു 1. ശ്രദ്ധിച്ച് ചെയ്യണം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഇൻറ്റു 4 4 -0 ഇൻറ്റു 3 0 പ്ലസ് 3 ഇൻറ്റു 5 ഇൻറ്റു 4 20 മൈനസ് ആകുമ്പോൾ പ്ലസ് ആയി 2 ഇൻറ്റു 3 6 -4 ഇൻറ്റു 5 ഇൻറ്റു 0 is 0 മൈനസ് പ്ലസ് ആയി 0 പ്ലസ് 2. നോ 4 -0 4 ഇൻറ്റു 2 is 8. ഇവിടെ 20 പ്ലസ് 6 26 ആവും. 26 ഇൻറ്റു 3 78. -4 ഇൻറ്റു 2 -8. 8 പ്ലസ് 78 -8 it is 78. മറ്റൊന്ന് A equal to matrix -1 2 1 3 1 4 1 3 2. ഫസ്റ്റ് റോ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോ ആകുമ്പോൾ ഇതാണ് ഫസ്റ്റ് റോ. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ആദ്യം പ്ലസ് ആണ്, പക്ഷേ ആ എലമെൻറ്റ് -1 ആണ്. അപ്പോൾ എങ്ങനെ തുടങ്ങണം? -1 ഇൻറ്റു -1ൻ്റെ റോയും -1ൻ്റെ കോളവും കളയുന്നു. ഡിറ്റർമിനൻറ്റ് 1 4 3 2. കണ്ടോ, അടുത്ത മൈനസ് ഒന്നര തൊട്ട് പ്ലസ് മൈനസ് ആണ്. -2 ഇൻറ്റു ഈ മൈനസ് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷനിൽ രണ്ടാമത്തെ ടൈം എഴുതുന്ന ഫസ്റ്റ് റോയിൽ രണ്ടാമത്തെ ടൈമിൽ എഴുതുന്ന മൈനസ് ആണ്. -2 ഇൻറ്റു 2ൻ്റെ റോ കളയുന്നു, 2ൻ്റെ കോളം കളയുന്നു. 3 4 1 2. കണ്ടോ, അടുത്ത പ്ലസ് 1 ഇൻറ്റു
1ൻ്റെ റോ കളയുന്നു, 1ൻ്റെ കോളം കളയുന്നു. ദെൻ ഡിറ്റർമിനൻറ്റ് 3 1 1 3. അപ്പോൾ ചെയ്ത രീതി നോക്കുക. പ്ലസ് മൈനസ് പ്ലസ് എന്നാണ് ഫസ്റ്റ് റോയിൽ വരേണ്ടത്. അപ്പോൾ പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ടേമിൽ -1 ഉണ്ട്. അപ്പോൾ -1 ഇൻറ്റു എലമെൻറ്റ് -1 ആണ്. -1 ഇൻറ്റു -1ൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കിയുള്ളത് -2 ഇൻറ്റു 2ൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റ്. ദെൻ പ്ലസ് 1 ഇൻറ്റു 1ൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റ്. ഇത് നമുക്ക് അറിയാം. -1 ഇൻറ്റു 1 ഇൻറ്റു 2 2 -3 ഇൻറ്റു 4 എഴുതി. 1 ഇൻറ്റു 2 -3 ഇൻറ്റു 4 -2 ഇൻറ്റു 3 ഇൻറ്റു 2 -1 ഇൻറ്റു 4 +1 ഇൻറ്റു 3 ഇൻറ്റു 3 -1 ഇൻറ്റു 1. ഇനി ഇതിനെ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തപ്പോൾ 14 കിട്ടും. നിങ്ങൾ ഈ രണ്ട് എക്സാമ്പിൾസും ഞാനിപ്പോൾ രണ്ടിടത്തും ഫസ്റ്റ് റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾ സ്വയം വെരിഫൈ നോക്കുക. നിങ്ങൾ ഇതിനെ ഫസ്റ്റ് കോളം വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് റോ വെച്ചോ, അല്ലെങ്കിൽ തേർഡ് റോ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ സെക്കൻഡ് കോളം ഉപയോഗിച്ചോ, തേർഡ് കോളം ഉപയോഗിച്ചോ ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് റോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. സെക്കൻഡ് റോ ഉപയോഗിക്കുമ്പോൾ പ്ലസ് മൈനസ്, ഇപ്പോൾ ഇവിടെ മൈനസ് ഇല്ലാതെ തുടങ്ങണ്ട. -3 ഇൻറ്റു എന്ന് പറഞ്ഞാൽ തുടങ്ങണ്ട. -3 ഇൻറ്റു 3യുടെ റോയും കോളവും കളഞ്ഞ് ബാക്കി. ദെൻ +1 ഇൻറ്റു 1ൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി. ദെൻ -4 ഇൻറ്റു അതിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി. ഈ രീതിയിലാണ് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ തേർഡ് റോ ആണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ പ്ലസ്സിലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 1ൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കി. ദെൻ -3 ഇൻറ്റു 3യുടെ റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കി. +2 ഇൻറ്റു 2ൻ്റെ റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കി. അങ്ങനെ ഇതേപോലെ ഫസ്റ്റ് കോളം വെച്ചോ, സെക്കൻഡ് കോളം വെച്ചോ, തേർഡ് കോളം വെച്ചോ ഒക്കെ ഈ ഡിറ്റർമിനൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ 6 രീതിയിലും ഈ ഡിറ്റർമിനൻറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഏത് രീതി ചെയ്താലും വാല്യൂ സെയിം ആയിട്ട് വരും. അപ്പോൾ ഏത് റോ ഉപയോഗിച്ച് ഏത് കോളം ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം. സാധാരണ നമ്മൾ ഫസ്റ്റ് റോയോ ഫസ്റ്റ് കോളോ ഉപയോഗിച്ച് അങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏത് റോയോ ഏത് കോളോ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഷൻ നടത്താവുന്നതാണ്. ഇനി ഞാൻ വേറൊരു ഡിറ്റർമിനൻറ്റ് എഴുതുക. A is equal to matrix 3 2 4 0 -3 1 0 1 2. Then determinant A. Determinant 3 2 4 0 -3 1 0 1 2. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചു ഡിറ്റർമിനൻറ്റിനെ നമുക്ക് ഏത് റോ ഉപയോഗിച്ചും ഏത് കോളം ഉപയോഗിച്ചും എക്സ്പാൻഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 എക്സാമ്പിളിലും നമ്മൾ ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചത്. പലപ്പോഴും അങ്ങനെ ഫസ്റ്റ് റോ ഉപയോഗിച്ച് അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോവാറുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ഡിറ്റർമിനൻ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഡിറ്റർമിനൻ്റ് ഒരു പ്രത്യേകത കാണുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കോളം ഒന്ന് ശ്രദ്ധിച്ചേ. 3 0 0. ഫസ്റ്റ് കോളത്തിൽ ഒരു എലമെൻ്റ് ഒഴിച്ച് ബാക്കി രണ്ടും 0. ഒരു എലമെൻ്റ് മാത്രമേ 0 അല്ലാതുള്ളൂ. അപ്പോൾ അവിടെ നമുക്കൊരു ഗുണമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ഡിറ്റർമിനൻ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് കോളം ഉപയോഗിച്ചാൽ ഫസ്റ്റ് കോളം 3 0 0. അപ്പോൾ 3 ഇൻറ്റു 3 വരുന്ന റോ കട്ട് ചെയ്തു. 3 2 4 പോയി. 3 വരുന്ന കോളവും കട്ട് ചെയ്തു. 3 0 0 പോയി. ദെൻ -3 1 1 2. ഡിറ്റർമിനൻറ്റ് -3 1 1 2. അപ്പോൾ 3 ഇൻറ്റു എന്നാണ് എഴുതിയത്. ഫസ്റ്റ് കോളം ഉപയോഗിച്ചാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അടുത്ത് എന്താണ്? -0 ഇൻറ്റു 0 ഇൻറ്റു എഴുതേണ്ടത് 0 ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി അവശേഷിക്കുന്നതാണ് ഞാൻ എഴുതിയേക്കുന്നത്. പക്ഷേ അത് എഴുതേണ്ട ആവശ്യമേ ഇല്ല. കാരണം 0 ഇൻറ്റു എന്ന് കേട്ട് കഴിയുമ്പോൾ പിന്നെ ഇവിടെ എന്താണ് എന്നതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം 0 ഇൻറ്റു എന്ന് വന്നാൽ ഏത് നമ്പർ വന്നാലും അത് 0 ആകും. അപ്പോൾ ആക്ച്വലി ഇത് എഴുതേണ്ട ആവശ്യം ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എഴുതേണ്ട യാതൊരു കാര്യവുമില്ല. 0 ഇൻറ്റു 0യുടെ റോയും കോളവും കളഞ്ഞ് ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റാണ് എഴുതിയേക്കുന്നത്. പക്ഷേ അങ്ങനെ എഴുതേണ്ട കാര്യമേ ഇല്ല. കാരണം 0 ഇൻറ്റു എന്ന് കേട്ട വാല്യൂ 0. അതുപോലെ അടുത്ത് നോക്കിയേ, പ്ലസ് വീണ്ടും 0 ഇൻറ്റു അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ടേം മാത്രം മതിയാവും. ഏതാണ്? 3 ഇൻറ്റു 3യുടെ റോയും കോളവും കളഞ്ഞ് ബാക്കി വരുന്ന -3 1 1 2 മാത്രം മതി. ഈ 2 ടേമുകളുടെ ആവശ്യമില്ല. കാരണം 0 ഇൻറ്റു എന്ന് വന്നതുകൊണ്ട് 2 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു -3 ഇൻറ്റു 2 -1 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് -3 ഇൻറ്റു 2 ഈസ് -6 -1 ഇൻറ്റു 1 -1 -6 -1 വരും. 3 ഇൻറ്റു -7 -21. അപ്പോൾ എക്സ്പാൻഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. നിങ്ങൾ ഈ ഫസ്റ്റ് കോളത്തിന് പകരം ഫസ്റ്റ് റോ എഴുതിയിരുന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കഴിയത്തില്ല. കാരണം 3 എലമെൻറ്റ് വെച്ച് എഴുതണം. 3 ഇൻറ്റു അതിൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കി എഴുതണം. -2 ഇൻറ്റു 2ൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കി എഴുതണം. +4 ഇൻറ്റു 4ൻ്റെ റോയും കോളവും കളഞ്ഞ് ബാക്കി എഴുതണം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇവിടെ ഇന്നലെ ഫസ്റ്റ് കോളം എടുത്തപ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റി. ഇതിനിപ്പോൾ ഫസ്റ്റ് കോളത്തിന് പറയും ഇപ്പോൾ തേർഡ് റോയിൽ ഇതുപോലെ വന്നു എന്ന് ശരി വിചാരിക്കുക. അപ്പോൾ തേർഡ് റോയിൽ 2 0 0 എന്നായിരുന്നുവെങ്കിൽ നമുക്ക് തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ എളുപ്പമായിരിക്കും. കാരണം ഒരു എലമെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം 0. സെക്കൻഡ് കോളത്തിലായിരുന്നു അങ്ങനെ വന്നിരുന്നതെങ്കിൽ സെക്കൻഡ് കോളം വെച്ച് ഏതെങ്കിലും ഒരു റോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിലോ
കൂടുതൽ എലമെൻറ്റുകൾ 0 വരികയാണെങ്കിൽ ആ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എക്സ്പാൻഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അത് നമ്മുടെ ഒരു ലോജിക്കാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റ് തന്നിരിക്കുക, നിങ്ങൾ നോക്കിയപ്പോൾ സെക്കൻഡ് റോയിൽ കാണുന്നു 0 0 2 എന്ന് കാണുന്നു. അപ്പോഴേ നമ്മുടെ ബുദ്ധിയോടെ ഉപയോഗിച്ചോളണം. സെക്കൻഡ് റോയിൽ 2 എലമെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം 0 അപ്പോഴേ നമ്മൾ ഉപയോഗിച്ചോ സെക്കൻഡ് റോ വെച്ച് അങ്ങ് ചെയ്താൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ചെയ്യുമ്പോൾ ആ ഓർഡർ പ്ലസ് മൈനസ് ശ്രദ്ധിച്ചോളാം. ഞാൻ പറഞ്ഞ കണക്ക് ഒന്നര വിട്ട പ്ലസ് മൈനസ് പ്ലസ്, ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്, ആ ഒരു ക്രമം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം മതി. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇത് ആവശ്യം വരും. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ്, നമ്മളിപ്പോൾ ഡിറ്റർമിനൻറ്റ് പഠിച്ചു, നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് എഴുതിയൊക്കെയാണ് ചെയ്തത്. പക്ഷെ കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇത്രയും ഒന്നും സ്റ്റെപ്പ് എഴുതേണ്ടി വരത്തില്ല. കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് എഴുതിപ്പോകും. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി എന്നിട്ട് ഈ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. പക്ഷെ കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നേരിട്ട് ഇങ്ങോട്ട് പോകാൻ സാധിക്കും. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്കത് പറ്റും. കുറച്ചധികം ഡിറ്റർമിനൻറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ശീലിക്കണം. പക്ഷേ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ലാഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ലാഭിക്കുമെന്നും വേണ്ട, മുഴുവൻ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യുക. സമയം തെറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് എഴുതാം. ആദ്യമേ പെട്ടെന്ന് കഴിയില്ല, കുറച്ച് എഴുതി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സാധിക്കും. അപ്പോൾ കുറച്ചധികം ഡിറ്റർമിനൻറ്റുകൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മളിപ്പോൾ 2 ടൈപ്പ് ഡിറ്റർമിനൻറ്റുകൾ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കണ്ടത് സ്ക്വയർ മെട്രിക്സുകൾക്കാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്തത്. ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനൻറ്റ് ഉള്ളൂ. സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും. അപ്പം മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ല, അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇൻ റോസ് ആൻഡ് കോളംസ്. പക്ഷേ സ്ക്വയർ മെട്രിക്സുകൾക്ക് അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത്. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പർ അല്ല, അതൊരു റിയൽ നമ്പറാണ്, സിംഗിൾ നമ്പറാണ് എന്നുള്ളത് ഓർക്കുക. അത് ഏത് റോയിലൂടെയും ഏത് കോളത്തിലൂടെയും നമുക്ക് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതും ഏത് രീതിയിൽ എക്സ്പാൻഡ് ചെയ്താലും വാല്യൂ സെയിം ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. അത് നിങ്ങൾ വെറുതെ അങ്ങനെ വിശ്വസിക്കേണ്ട, നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ പറഞ്ഞത് വെച്ചുകൊണ്ട് ഈ 3 റോ ഉപയോഗിച്ച് 3 കോളം ഉപയോഗിച്ച് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. മാത്തമാറ്റിക്സിൽ നമ്മളെപ്പോഴും ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിക്കില്ല, നമ്മൾക്ക് ചെയ്ത് ബോധ്യപ്പെട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാം ശരിയാണ്, ഒരുപോലെ വാല്യൂ വരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഡെഫിനിഷൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഡിറ്റർമിനൻറ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്, വളരെ പ്രധാനപ്പെട്ട കുറേ പ്രോപ്പർട്ടീസ് ഡിറ്റർമിനൻ്റ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ഡിറ്റർമിനൻറ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.